സാന്ത്വനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ബാലന് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ആര്യൻ വന്ന് പിന്നെ കാറിലൊക്കെ വരുന്നതെന്ന് മാത്രമേ ഇങ്ങനെ ആലോചിക്കുന്നുള്ളൂ. അതേ സ്ഥാനത്ത് കൃഷ്ണമംഗലത്താരെല്ലാവരും കൂടി വന്നിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് ആര്യൻ ഡോറ് തുറന്നങ്ങായിട്ട് നമ്മുടെ മിത്രയ്ക്ക് ഇറങ്ങാനുള്ള സൗകര്യം കൊടുക്കുമ്പോൾ മിത്ര അതിൽ നിന്ന് ഇറങ്ങണ കാണുമ്പോൾ എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. അമ്മയും ചെറിയമ്മയൊക്കെ മിത്രയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. മോളെ എന്ത് പറ്റി, നീ എന്താ ഇവന്റെ കൂടെ, നീ എന്താ ഈ വേഷത്തിൽ? അപ്പോഴത്തേനും മകളുടെ കല്യാണം കഴിഞ്ഞുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ആ അമ്മയ്ക്ക് മിത്രനെ കണ്ടപ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. ആപത്തൊന്നും അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷെ അച്ഛമ്മയ്ക്കെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട്. മിത്ര ആര്യനെ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമാവുന്നത് മനസ്സിൽ. കാരണം ഗോമതിയുടെ മോനാണല്ല നമ്മുടെ മിത്രനെ കല്യാണം കഴിച്ചത്. അവളുടെ മുറിച്ചെറുക്കം തന്നെയല്ലേ എന്നുള്ളൊരു ഇതായിരുന്നു അച്ഛമ്മയുടെ മനസ്സിൽ. ആ സമയത്ത് തന്നെ ചെറിയച്ഛനും അലോകും മിത്രനെയും ആര്യനെയും തല്ലാനായിട്ട് ഓടി വരുന്നുണ്ട്. എടാ, നീയാണ് ഇവളെ തട്ടിക്കൊണ്ടുപോയത്. അലോകിനാണെങ്കിൽ സ്വന്തം കല്യാണം നഷ്ടപ്പെട്ട ആ ദേഷ്യം മുഴുവനും മിത്രനോടും ആര്യനോടും കൂടി തീർക്കാൻ നോക്കുന്നുണ്ട്. ബാലനാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് ഷോക്കായി നിൽക്കുന്നു. ബാലൻ തന്നെയല്ല, കൃഷ്ണമംഗലത്തെ ഗോമതിയും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി ഒഴിച്ച് ബാക്കി എല്ലാവരും ഷോക്കായി നിൽക്കണ്. അവർക്ക് എന്താ സംഭവിക്കണേന്ന് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിൽ നിൽക്കണേ. അപ്പം തന്നെ നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, ഇത് ഇവന്റെ പണിയാണ്, ഇവന്റെ അച്ഛന്റെ പണിയാണ്. ഇവനാണല്ലേ നമ്മളോട് സഹതാപം കാണിച്ച് നിന്നിട്ട് ഇവൻ കണ്ടില്ലേ, ഇവന്റെ മോനെ കൊണ്ട് തന്നെ ഇവളെ കല്യാണം കഴിപ്പിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സ്വത്തിന് വേണ്ടിയിട്ടാണ് എന്താ പറഞ്ഞ ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മുടെ അച്ഛൻ. ബാലൻ അതിനൊരു അക്ഷരം മിണ്ടുന്നില്ല. ആ സമയത്ത് ആര്യം പറയുന്നുണ്ട്, എൻ്റെ അച്ഛനൊന്നും പറയണ്ട, ഇതിൽ എൻ്റെ അച്ഛനൊരു പങ്കുമില്ല. ഇത് ഞാൻ ഇവളും തീരുമാനിച്ചൊരു കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ്. ഇവൾ വന്നത് ഞങ്ങളുടെ അടുത്തേക്കിന് ഗുരുവായൂർക്കാണ് വന്നത്. ഇവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നിങ്ങൾ നടത്തി കൊടുക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമാകും. ഗോമതി ഉണ്ടെങ്കിൽ ഇതൊന്നും ഗോമതി അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ഗോമതി ഇങ്ങനെ പെരുമാറുന്നത്. മോനെ ആര്യ എന്നൊക്കെ വിളിക്കുള്ളൂ. ഗോമതിക്ക് ഒരു ഓവറായിട്ടുള്ള ഒരു അഭിനയം പോലെ ആയിട്ടാണ് നമുക്ക് തോന്നാം ശരിക്കും. പിന്നീട് അലോകിനെ പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അമ്മയും ചെറിയമ്മയും തല്ലാൻ വേണ്ടി മിത്രയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മിത്രയാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല, വായ തുറക്കുന്ന പോലും ഇല്ല. ആ സമയത്ത് തന്നെ അച്ഛൻ പറയുന്നുണ്ട്, ശരി സമ്മതിച്ചു, നീ എന്തായാലും ഈ താലിമാല ഊരിക്കൊടുക്ക്. ഈ താലിമാല നീ ഊരിക്കൊടുത്തിട്ട് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം നീ വീട്ടിലേക്ക് വായോ, നിന്നെ ഞാൻ സ്വീകരിക്കാം, പഴയ മിത്രയായിട്ട് സ്വീകരിക്കാമെന്ന് പറയും. മിത്ര ഒന്നും മിണ്ടാണ്ട് നിൽക്കും. ആ സമയത്ത് ആര്യ മിത്രനെ വിളിച്ച് പറയുന്നുണ്ട്, ഇതൊരു അവസരമാണ്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നിനക്ക് പഴയ മിത്രയാവാൻ പറ്റും, വേണമെങ്കിൽ നീ പൊക്കോ എന്നൊക്കെ പറയും. പക്ഷെ തൻ്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ടത് ഗോമതി അപ്പച്ചി കഷ്ടപ്പെട്ടത് മിത്രയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മിത്ര അങ്ങോട്ട് പോകാൻ കൂട്ടാക്കില്ല. മിത്ര പറയും, വേണ്ട, എനിക്ക് ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. ഞാൻ അങ്ങോട്ട് വരില്ല അച്ഛാ എന്ന് പറയും. ഞങ്ങൾ അനുഗ്രഹിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു മോളില്ല എന്ന് ഞാൻ തീരുമാനിക്കും. ഇവൻ്റെ കൂടെ നീ പോയത്, വേറെ ആരെ കൂടെ പോയാലും ഞാൻ ക്ഷമിച്ചേനായിരുന്നു, ഇവൻ്റെ കൂടെ പോയാൽ ഞാൻ ക്ഷമിക്കില്ല. ഒരാൾ എന്നെ പോയി നാണം കെടുത്തിയതിന് ഇപ്പം രണ്ടാമത് നീയും ചെയ്ത് ഈ ചതി ഞങ്ങൾ പൊറുക്കില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട്. എന്നാൽ ഇനി നീ കൃഷ്ണമംഗലത്തിൻ്റെ പടി നീ ഇനി ചവിട്ടരുത്, ഇതോടുകൂടി നീ ഞങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ആ ദേഷ്യത്തിന് പെട്ടെന്ന് തന്നെ ആനന്ദവർമ്മ സ്വർണ്ണം തേടി എന്ന് ചോദിക്കും. നീ ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണ്ണം തേടി ചോദിക്കും. അതാരും പ്രതീക്ഷിച്ചിട്ടില്ലാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്വർണം ചോദിക്കുന്നു വിചാരിച്ചില്ല. സ്വർണം ആര്യ പെട്ടെന്ന് പറയും, സ്വർണ്ണമൊക്കെ ഞങ്ങൾ എടുത്ത് ചിലവാക്കി എന്ന് പറയും. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുക്കും, സ്വർണ്ണം ഞങ്ങൾക്ക് തിരിച്ചു വേണം, നിന്നെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും. പിന്നീട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാടാ സ്വർണം, അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ആ സ്വർണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വെച്ചത്, അത് അവളല്ലേ കൊണ്ടുപോയത്, പിന്നെ നിനക്ക് എന്തിനാ ആ സ്വർണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ സ്വർണം കിട്ടിയിട്ടൊന്നിനും അല്ല അമ്മ, എനിക്ക് ആ സ്വർണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവള് കൊണ്ടുപോയ സ്വർണം എനിക്ക് വേണം, ഇവൾ നമ്മുടെ ആരുമല്ല, ഇവളുടെ ആരുമല്ല. അപ്പം ആ സ്വർണം കിട്ടിയേ പറ്റൂ, അതെൻ്റെ വാശിയാണ്, എനിക്കത് വേണം, അതിന് ഞാൻ എവിടെ വേണമെങ്കിലും പോകുമെന്ന് പറയും. ആ സമയത്ത് അപ്പോഴാണ് ബാലനൊന്നും ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നത്. ബാലൻ അങ്ങനെ ആര്യൻ്റെ കവളത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. സ്വർണം കൊടുക്കടാ തിരിച്ച്, നീ എന്ത് ചെയ്തടാ സ്വർണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, അച്ഛാ ഞാൻ സ്വർണ്ണം എൻ്റെ കയ്യിൽ ചിലവായി, അത് മാത്രമേ പറയുള്ളൂ, പിന്നീട് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അങ്ങനെ ആര്യനെ അടി കിട്ടിയപ്പോൾ മിത്രയ്ക്ക് വിഷമാവുന്നുണ്ട്. മിത്ര കാരണമാണോ അതാ സ്വർണ്ണം എന്ത് ചെയ്തതെന്ന് മിത്രയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആര്യൻ സമ്മതിക്കില്ല പറയാനായിട്ട്. പിന്നീട് ബാലൻ ഒരുപാട് മോശമായ വാക്കുകളൊക്കെ അച്യുതവർമ്മ പറയുന്നുണ്ട്. മോനെ കൊണ്ട് ഇവളെ മയക്കെടുത്ത് കല്യാണം കഴിപ്പിച്ച് ഞങ്ങളുടെ സ്വത്ത് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇനി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വഴക്കുണ്ടാക്കി. ബാലൻ അതിനൊന്നും അക്ഷരം മിണ്ടുന്നില്ല. ബാലൻ അത്രയും അപമാനിച്ചിട്ട് ആര്യനും ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞത് അവരെല്ലാവരും കേട്ട് നിൽക്കണം.
പിന്നീടാണ് അച്ഛമ്മ മോളെ നിങ്ങൾ നിങ്ങൾ ആ വീട്ടിലേക്ക് പൊക്കോ, നീ എന്തായാലും ഇവന്റെ കല്യാണം കഴിച്ചത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, നീ ഒരാളുടെ വാക്കും കേട്ട് താലിമാലൊന്നും ഒരു കളയണ്ട, മോള് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിത്രനെ അകത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു അച്ഛമ്മ. അതുപോലെ തന്നെ അച്ഛമ്മ വിളിച്ച് എല്ലാവരെയും വഴക്ക് പറഞ്ഞു, എല്ലാവരെയും കൂടി അങ്ങോട്ട് പോകും. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഇനി ഞാൻ മരിച്ചാൽ പോലും ഞങ്ങളെത്തിക്ക് വരണ്ട, നിനക്ക് ഇങ്ങനത്തെ ഒരു അമ്മയും അച്ഛനും ഇല്ല എന്നൊക്കെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് പോകും. പിന്നീട് ബാലന്റെ അട്ടഹാസമായിരുന്നു. ബാലൻ നീ ചതിച്ചട, നിനക്ക് വേണ്ടി സ്വപ്നങ്ങൾ കണ്ട് നിന്നെ IAS ആക്കാനും അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ നിങ്ങളിത് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലൻ ഒരുപാട് വിഷമത്തോടെ നമ്മുടെ ആര്യനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ഒരക്ഷരം പോലും മിണ്ടാണ്ട് എല്ലാം കേട്ട് നിൽക്കണ്. ഗോമതിക്ക് ഒന്നും പറയാൻ പറ്റില്ല, മീനാക്ഷിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഗോമതിയുടെയും മീനാക്ഷിയുടെയും വെപ്രാളം കണ്ടപ്പോൾ ആകാശിന് ചെറിയൊരു സംശയമൊക്കെ തോന്നിയെങ്കിലും കൂടി ആ സമയത്തൊന്നും ചോദിക്കില്ല. പിന്നീട് എന്തായാലും അകത്തേക്ക് കയറ്റുന്നുണ്ട്. ഗോമതി ആര്യനെയും അതുപോലെ തന്നെ മിത്രനെയും കൂടി അകത്തേക്ക് സ്വീകരിച്ച് അകത്തിരുത്തും. അകത്തിരുമ്പോൾ ബാലൻ ഒന്നും മിണ്ടാണ്ട് മുറിയിലേക്ക് പോയി വാതിലടയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ബാലൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗോമതി ചെന്ന് ബാലനോട് അവർക്ക് മാപ്പ് കൊടുക്കാനൊക്കെ പറയുന്നില്ല. അവൻ എന്നെ ചതിച്ച് ഒരാളുടെ വിഷമം ഒരാൾ ചതിച്ച വിഷമം മാറി വരുന്നുണ്ടായുള്ളൂ. അപ്പോഴത്തേനും അടുത്ത ആളെന്നെ കുത്തി, ഇനി എനിക്ക് ഒരു ജീവിതമില്ല, ഞാൻ എന്തിനും ഇവിടെ നിൽക്കണം, ഞാൻ എന്തിനും ഇവിടുത്തെ ഒരാളായിട്ട് നിൽക്കണത്, എനിക്ക് ഇവിടെ ഒരു വിലയില്ല, അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ബാലൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് മിത്ര ഇങ്ങനെ ഉരുകിയിരിക്കുന്നു. കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല മിത്രയ്ക്ക്. സ്വർണത്തിൻ്റെ കാര്യം അതുപോലെ തന്നെ ഈ ബാലനോട് മാപ്പ് പറയാനും പറ്റുന്നില്ല. ഇത്രയും ആര്യനാണെങ്കിൽ ശത്രുക്കളും തന്നെ വേണമെങ്കിൽ പറയാം. രണ്ടുപേരും പരസ്പരം വലിയ സ്നേഹമൊന്നുമില്ല. അതൊക്കെ അവിടെ വെച്ച് തന്നെ പറഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം നോക്കുക പോലും ചെയ്യുന്നില്ല. ഗോമതിക്കാണെങ്കിൽ അടി കിട്ടിയ പോലെ ആയി. കാരണം അപ്പോഴത്തെ അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം നടത്തി കൊടുത്തതിനും കൂടി എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് ബാലൻ വാതിൽ തുറന്നു വന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട്, സ്വർണത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഒരു തീരുമാനമാവാണ്ട് നീ വീട്ടിൽ താമസിക്കേണ്ട, നീ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ ശരിക്കും ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആര്യനോട് പൊട്ടിത്തെറിച്ചും കഴിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. സ്വർണം നീ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുമെന്ന് പറയും. സ്വർണം അത് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോയില്ലേ, മാത്രമല്ല അച്ഛൻ എന്തിനാ അത് അന്വേഷിക്കുന്നത്, അച്ഛൻ അന്വേഷിച്ചിട്ട് അച്ഛൻ്റെ സ്വർണ്ണം ഒന്നുമല്ലല്ലോ, അത് അവരുടെ സ്വർണ്ണമല്ലേ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ എടുക്കാൻ പോലും എനിക്ക് അനുവാദം തന്നിട്ടില്ലല്ലോ, എനിക്കൊരു 1000 രൂപ ചിലവാക്കാനുള്ള അവകാശം ഈ വീട്ടിലുണ്ടായില്ല. അപ്പം അച്ഛൻ്റെ സ്വർണ്ണം അല്ലാത്തതുകൊണ്ട് അച്ഛൻ ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, മാത്രമല്ല എൻ്റെ കാര്യങ്ങൾ ഇനി അച്ഛൻ അന്വേഷിക്കേണ്ടെന്ന് പറയും. അതെല്ലാം കൂടിയുള്ള വിഷമത്തോണ്ട് പറഞ്ഞാണ് ബാലനോട് ഒട്ടും സ്നേഹമില്ലാണ്ട് പറഞ്ഞതല്ല. അങ്ങനെ ഷോക്കായി ബാലനത്. ആര്യൻ അങ്ങനെ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് മുറിയിലേക്ക് പോകും. ആര്യൻ അങ്ങനെ പറയുന്നു മീനാക്ഷിയും ഗോമതിയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാലൻ്റെ മുഖത്ത് നോക്കി പറയും. ബാലൻ വീണ്ടും മുറിയിലേക്ക് പോയി പിന്നീട് ഗോമതിയോട് പറയും, ഇവനുള്ള വീട്ടിൽ ഞാനിനി നിൽക്കില്ല, ഞാനിനി ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ബാലൻ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ബാലൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ഗോമതി പോകുന്നുണ്ട്. ഗോമതി മാത്രമല്ല ആകാശം ആനന്ദും കൂടി അച്ഛാന്ന് വിളിച്ച് ചെല്ലുന്നുണ്ടെങ്കിലും ആരും എൻ്റെ പിറകെ വരണ്ട, ഞാനിനി വീട്ടിൽ നിൽക്കില്ല, അവൻ എന്നെ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടില്ലേ, അവൻ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായി, അതുകൊണ്ട് ഇനി ബാലൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ബാലൻ ഇറങ്ങി പോകുന്നത്.